NCP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് സംസ്ഥാന പാർട്ടി ഓഫീസാണെന്നുള്ളതാണ് ചാക്കോ പക്ഷത്തിന്റെ വാദം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെ ചാക്കോ പക്ഷത്തിന്റെ ആൾക്കാർ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വരികയും ഈ പാർട്ടി ഓഫീസിനെ താഴിട്ട് പൂട്ടി സ്വന്തമാക്കിയിരിക്കുന്ന കാഴ്ചകളാണ് ഈ തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള ഈ പാർട്ടി ഓഫീസിൽ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ചകൾ. ഇതിലിപ്പോൾ ഈ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അജി ആട്ടുകാലിനെ കഴിഞ്ഞ 31-ാം തീയതി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നടക്കം പുറത്താക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് ഇതെന്നുള്ളൊരു വാദം ഇപ്പോൾ ഈ ചാക്കോ പക്ഷം ഉയർത്തുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ പോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഗേറ്റിട്ട് പൂട്ടി അതിലൊരു പ്രവർത്തകൻ ഇപ്പോൾ ഇരിക്കുകയാണ്. കാവലിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി. അതിനപ്പുറം തിരുവനന്തപുരം മുനിസിഫ് കോടതിയിൽ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും അജി ആട്ടുകൽ അതുപോലെ തന്നെ പൊടിയൻകുട്ടി ഇത്തരത്തിൽ 2-3 പ്രവർത്തകർ ഈ പാർട്ടി ഓഫീസിൽ കടന്നു വരാൻ പാടില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഈ കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങാനായിട്ട് ഇപ്പോൾ പ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിൽ പാർട്ടിക്ക് സംരക്ഷണം ഒരുക്കാനായിട്ട് പോലീസ് അടക്കമുള്ളവർ ഇവിടെ ഇപ്പോൾ കാവൽ വന്നിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് NCPയുടെ ജില്ലാ ഘടകങ്ങൾ മാറിയിരിക്കുന്നു. സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഇത്തരത്തിലൊരു വിഭാഗീയ പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിലുണ്ട് എന്നുള്ളതാണ് നേരത്തെ അജി ആട്ടുകാൽ ആരോപിച്ചത്. എന്നാൽ ഇപ്പോൾ അതൊന്നുമല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുകയാണ്. കാരണം ഈ ജില്ലാ കമ്മിറ്റി ഓഫീസായി പ്രവർത്തിച്ചു വന്നിരുന്ന ഈ സ്ഥലം കഴിഞ്ഞ 3 വർഷമാകുന്നു ഇത് PC ചാക്കോയുടെ പേരിൽ എഗ്രിമെന്റ് ചെയ്തിട്ടുള്ള ഒരു ഓഫീസാണെന്നുള്ളതാണ് ഈ പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട വാദം. അതിനുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകളും അവർ ഇപ്പോൾ റിപ്പോർട്ടിനോട് നൽകിയിരിക്കുകയാണ്. ഇതിൽ നേരത്തെ അജി ആട്ടുകാൽ പറഞ്ഞത് ഈ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഈ ഓഫീസിന്റെ വാടകയൊക്കെ നൽകിയിരുന്നത് അജി ആട്ടുകാലാണ്. തൻ്റെ ഒറ്റയായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓഫീസ് വിട്ടുകൊടുക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതായിരുന്നു. പാർട്ടിയുടെ ഈ പ്രാഥമിക അംഗത്തിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കിയപ്പോഴും അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിന്നു. പക്ഷേ അതൊക്കെയും ഇന്ന് കടന്നു മാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ സംസ്ഥാന ജില്ലാ സെക്രട്ടറിമാർ അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിമാർ അടക്കമുള്ളവർ ഇന്നിവിടെ വന്ന് ഈ ഓഫീസിനെ ഇപ്പോൾ തിരിച്ചു പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ജില്ലാ കമ്മിറ്റി ഓഫീസാണെന്നുള്ളതായിരുന്നു അജി ആട്ടുകാലിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാദം. അദ്ദേഹമാണ് ഈ ഓഫീസിൻ്റെ വാടക നൽകി വന്നിരുന്നതെന്നുള്ളതാണ് നേരത്തെ റിപ്പോർട്ടിനോട് പങ്കുവച്ചത്. ഇന്നിപ്പോൾ ഈ ഓഫീസ് ഇപ്പോൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു. അതിലപ്പുറം ഇതൊരു സംസ്ഥാന കമ്മിറ്റി ഓഫീസാണെന്നുള്ളതും നിങ്ങളിപ്പോൾ പ്രധാനമായിട്ടും വാദിക്കുകയാണ്. ഇപ്പോൾ കോടതിയിൽ കേസുമായി മുന്നോട്ട് പോയിരിക്കുകയാണ്. എന്താണ് ശരിക്കും ഈ NCPയുടെ മൊത്തത്തിൽ സംസ്ഥാനത്ത് പല ജില്ലകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ വിഷയങ്ങൾ നോക്കിക്കാണുന്നത്? NCPയുടെ ജില്ലകളിൽ പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു വാർത്തയല്ല. കാരണം കഴിഞ്ഞ മാസം തന്നെ കേരളത്തിലെ 140 ബ്ലോക്ക് പ്രസിഡന്റുമാരിൽ 126 പേർ പങ്കെടുത്തുകൊണ്ട് PC ചാക്കോ പ്രസിഡന്റായ ഈ പാർട്ടിയുടെ സമ്പൂർണ്ണ സമ്മേളനം എറണാകുളത്ത് നടത്തിയതാണ്. ഇനി 1000-ഓളം വരുന്ന മണ്ഡലം പ്രസിഡന്റുമാരുടെ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ശ്രീ PC ചാക്കോ NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം NCP പ്രസ്ഥാനം കേരളത്തിൽ ശക്തമായിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രതിപക്ഷ കക്ഷികൾ പോലും സമ്മതിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകുന്ന അവസരത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായി പാർട്ടി ഓഫീസ് കൈയടക്കുന്നതിനോ മറ്റു കാര്യങ്ങളിലേക്കോ പോവാതെ പ്രസിഡന്റ് PC ചാക്കോ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേരിലെടുത്തിട്ടുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ്, അദ്ദേഹം മാസാമാസം വാടക കൊടുക്കുന്ന ഓഫീസ്, ആ ഓഫീസിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ കയറിയിരുന്ന് പാർട്ടിയിലേക്ക് വരുന്ന ആളുകളും പാർട്ടിയിൽ നിൽക്കുന്നവരുമായി ഉള്ള ആളുകളുമായി ഇരുന്ന് പ്രവർത്തനം നടത്തുമ്പോൾ സ്വാഭാവികമായും അത് അംഗീകരിക്കാൻ കഴിയില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്ത ഏതൊരു വ്യക്തിക്കും പാർട്ടിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാവുന്നതും സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ സാറിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതുമാണ്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അജി ആട്ടുകൽ ബൈലോ പ്രകാരം ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വഴി ഒരു അധ്യക്ഷനായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വാദം. അങ്ങനെ ഒരാളെ സംസ്ഥാന അധ്യക്ഷന് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ബൈലോ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും അങ്ങനെ തന്നെയാണ്. പക്ഷേ സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ സംസ്ഥാന പ്രസിഡന്റിന് ആരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ജനാധിപത്യ പാർട്ടി എന്ന നിലയ്ക്ക് നമ്മുടെ സംവിധാനത്തിലുണ്ട്. അത് കാരണം പാർട്ടിക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഏത് വ്യക്തിയാണെങ്കിലും അതിൻ്റെ സംസ്ഥാന അധ്യക്ഷന് അതുപോലെ ദേശീയ അധ്യക്ഷന് അവർക്കൊക്കെ ഇതിൻ്റെ അധികാരങ്ങളുണ്ട്. അതനുസരിച്ചാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഈ ഓഫീസ് ആക്രമിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിലിപ്പോൾ നിങ്ങളുടെ ഈ സംസ്ഥാന അധ്യക്ഷൻ്റെ പേര് ഇപ്പോൾ താങ്കളുടെ പേര് അടക്കമുള്ള ബോർഡുകളും എടുത്തു മാറ്റിയിരിക്കുക അല്ല. സ്വാഭാവികമായിട്ടും ഇവിടെ ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു പുതുതായി ചാർജ് കൊടുത്ത ജില്ലാ പ്രസിഡന്റിന് അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. അത് തെറ്റായ വാർത്തയാണ്. കാരണം ഞാൻ സ്ഥലത്തില്ലായിരുന്നു, ഇന്നലെയാണ് സ്ഥലത്തെത്തിയത്. സ്വാഭാവികമായിട്ടും പാർട്ടി ഓഫീസ് ഇവിടെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ PC ചാക്കോ സാർ ഇവിടെ എത്തിയില്ല എന്ന് പറയാൽ അദ്ദേഹം പല ജില്ലകളിലും യാത്രകളിലും പല സ്ഥലത്തുമാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഈ ഓഫീസിൽ അദ്ദേഹത്തിന് ഇരിക്കുന്നതിനുള്ള അവകാശമുണ്ടല്ലോ.
അതുപോലെ ഇന്ന് ഞങ്ങൾ സംസ്ഥാന സെക്രട്ടറിമാരടക്കമുള്ള ജില്ലാ ഭാരവാഹികളടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ ഓഫീസ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ പരാതികൾ പോലീസ് സ്റ്റേഷനിലും പോലീസ് മേധാവികൾക്കും കോടതിയിലും എല്ലാം കൊടുത്തിട്ടുള്ള പരാതികളും എല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം റെൻ്റൽ എഗ്രിമെൻറ്റ് ഈ ബിൽഡിങ്ങിൻ്റെ ഓണറെ വിളിച്ച് ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷിച്ചപ്പോഴും റെൻ്റൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയുടെ പേരിലാണ്. എല്ലാ മാസവും വാടക കൊടുക്കുന്നത് ശ്രീ പി സി ചാക്കോ സാറാണ്. സ്വാഭാവികമായും അങ്ങനെയുള്ളൊരു പാർട്ടി ഓഫീസ് മറ്റാരും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവർ, മറ്റുള്ളവരെ പറയുന്നില്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവർ കയ്യേറുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ വന്ന് പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിപക്ഷം ചാക്കോ പക്ഷമാണോ? തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒന്നടങ്കം പാർട്ടിയിലൂടെയാണ്. പി സി ചാക്കോ പ്രസിഡന്റായ NCPയിലാണല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ 1-2 പേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ മറ്റ് പ്രവർത്തകരെല്ലാം പാർട്ടിയോടൊപ്പം തന്നെയാണ്. ആ പ്രവർത്തകർ എന്തെങ്കിലും തെറ്റിദ്ധാരണാപരമായി അങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ പോലും അവരെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെയും സംസ്ഥാന പ്രസിഡന്റിനെയും ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ പാർട്ടിയിൽ തന്നെയാണ്, പാർട്ടി വിട്ട് ഞങ്ങൾ പോകുന്നില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എമ്മലിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.